അജിംസെ, ഇത് നമ്മൾ ഈ ചർച്ചയോടുകൂടി ഇത് തീരുന്ന വിഷയമല്ല. ഇത് ഈ വരുന്ന ആഴ്ചയിലോ ഈ മാസമോ കൊണ്ടത് തീരാൻ പോകുന്ന ഒരു വിഷയമല്ല. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥ ഭരണഘടനാപരമായി നിലനിൽക്കുന്ന ഒരു രാഷ്ട്രത്തിലെ തെരഞ്ഞെടുപ്പാണ് ലോകത്തിൽ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുക്കപ്പെട്ടതായ നിയമനിർമ്മാണ സഭയിലേക്ക് ഇത്രമാത്രം ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതായ എംപിമാർ ലോകത്തിൽ വേറെ ഒരു രാഷ്ട്രത്തിലുമില്ല. നമ്മുടെ രാജ്യത്ത് മാത്രമാണ് നമ്മുടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ലോക്സഭാ അംഗങ്ങൾ ഇത്രമാത്രം ജനങ്ങളെ, സമ്മതിദായകർ മാത്രമല്ല വോട്ടവകാശമില്ലാത്തവരടക്കം പ്രതിനിധാനം ചെയ്യുന്നത്. ഇവിടെ അജിംസ് ചോദിച്ചൊരു കാര്യവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ശ്രീ ബിജു ഇപ്പോൾ ചില കാര്യങ്ങളിലൂടെ പറഞ്ഞെങ്കിലും നമ്മൾ ഒരു കാര്യം, ഓരോ വോട്ടും നിർണായകമാകുന്നത് എങ്ങനെയാണ് അജിംസെ? 2019 തെരഞ്ഞെടുപ്പിൽ BJPക്ക് അവരുടെ വോട്ട് ഷെയർ എന്നുള്ളത് 37.3% 2024 ആയപ്പോൾ 36.6% ഇടിഞ്ഞു എന്ന് പറയുന്ന ഏതാണ്ട് ഒരു ശതമാനത്തിന്റെ കുറവെന്നൊക്കെ പറയാം. 63 ലോക്സഭാ അംഗങ്ങൾ അതോടുകൂടി നഷ്ടപ്പെട്ടു. അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നതും 303 എന്നുള്ള എംപിമാര് ലോക്സഭയിൽ ഉണ്ടായിരുന്നത് 240 എന്നുള്ള നിലയിലേക്കും ഭൂരിപക്ഷമില്ലാത്ത നിലയിലേക്കും മാറി എന്നുള്ളത് നമ്മൾ കാണണം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചതും വാർത്തകളിലൊക്കെ വന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് നേരത്തെ തന്നെ വന്നതാണ്. UPയിലെ മീററ്റിൽ നിന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഡിലീറ്റ് ചെയ്തതായി 60,000 വോട്ടുകളെ പറ്റി പറയുന്നുണ്ട്. BJP ജയിച്ചത് 10,000 വോട്ടിനാണ്. ഇപ്പം നടക്കാനിരിക്കുന്ന ബീഹാറിലെ തെരഞ്ഞെടുപ്പുണ്ട്, ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതിൽ ഈ വാൽമീകി നഗർ എന്ന് പറയുന്ന ഒരു നിയമസഭാ മണ്ഡലത്തിൽ സംശയാസ്പദമായി കൂട്ടിച്ചേർത്തതായി ഉള്ളതായ 5000-ലധികം വോട്ടുകളിൽ 1000-ലധികം പേരും UPക്കാരാണ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ പലയിടത്തും നടക്കുക എന്ന് പറയുമ്പോൾ ഇതെല്ലാം യാദൃച്ഛികമായി സംഭവിച്ചതാണെന്നും പെട്ടെന്നെങ്ങാനും പൊട്ടിവീണതാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. അത് കൃത്യമായിട്ടുള്ള ആസൂത്രണം, അതിൻ്റെ ഗൂഢാലോചന, അതിൻ്റെ നടത്തിപ്പ്, ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ ഹർജി ഇതുവരെ തീർപ്പാക്കിയിട്ടില്ല. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അത്തരത്തിൽ ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ തെരഞ്ഞെടുക്കുന്നതായിട്ടുള്ള അതിൻ്റെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനായിട്ടുള്ള സെലക്ഷൻ പ്രോസസ്സിൽ ഒരു അംഗമായിരിക്കുക എന്നുള്ളത്, അങ്ങനെ ചീഫ് ജസ്റ്റിസിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിക്കുന്നതായിട്ടുള്ള മറ്റൊരു സുപ്രീം കോടതി ജഡ്ജി ഉണ്ടായിരിക്കുക എന്നുള്ളത്, കോടതി ഉത്തരവിനെ മറികടക്കാനായി പാർലമെന്റിലുള്ള ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ നമ്മുടെ ജുഡീഷ്യറിയെ തന്നെ അവിടെ നിന്ന് വെട്ടിമാറ്റി. അതാണ് ഇന്ത്യ ഗവൺമെന്റ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഇവിടെ കലാപത്തിനല്ല. ഇപ്പോൾ ഇവിടെ ശ്രീ ലിജു അങ്ങനെ പറഞ്ഞില്ല, ഞാനും അങ്ങനെ പറയുന്നില്ല. ഇന്ത്യയിലെ പ്രതിപക്ഷവും അങ്ങനെ ഒരു കലാപത്തിലേക്കുള്ള കാര്യങ്ങളിലേക്കല്ല. പലപ്പോഴും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് പോകേണ്ടി വരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞാൽ അവസാനിക്കുന്നത് വരെ ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് ഒരു കോടതിക്കും അതിൽ ഇടപെടാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാനിച്ചതിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് ഹർജികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഹൈക്കോടതിയിൽ ഏതെങ്കിലും ഒരു കേസ് വിസ്തരിക്കപ്പെടുന്നു എങ്കിൽ അത് ഈ തെരഞ്ഞെടുപ്പ് ഹർജികളിൽ മാത്രമാണ്. അത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നമ്മുടെ രാഷ്ട്രത്തിലെ ഈ പാർലമെന്റിന്റെ ഇരുസഭകളിലുമുള്ള ഭൂരിപക്ഷം ഉപയോഗിച്ച് അപ്പം ചുട്ടെടുക്കുന്നതിനേക്കാൾ, തട്ടുദോശ ചുട്ടെടുക്കുന്നതിനേക്കാൾ ലാഘവത്തോടുകൂടി എന്തെല്ലാം നിയമങ്ങളാണ് അവർ പാസ്സാക്കിയത്. ഈ കാർഷിക നിയമങ്ങൾ പാസ്സാക്കിയത് എങ്ങനെയാണ്? MPമാരെ പുറത്താക്കി വെച്ചുകൊണ്ട് അല്ലേ? നമ്മൾ ഈ ലേബർ കോഡുകൾ പാസ്സാക്കിയത് എങ്ങനെയാണ്? MPമാരെ മുഴുവൻ പുറത്താക്കി വെച്ചുകൊണ്ടല്ലേ? ഈ നമ്മുടെ ഇലക്ട്രൽ ബോണ്ടുകൾ അതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം നടപ്പാക്കിയതിനു ശേഷം സുപ്രീം കോടതിയിലേക്ക് കേസ് പോയല്ലോ. CPIM ആണല്ലോ അവിടെ ആ കേസിൽ പങ്കെടുത്തതായിട്ടുള്ള ഏക രാഷ്ട്രീയ കക്ഷി. ജസ്റ്റിസ് ഭൂഷന്റെ വിധിന്യായത്തിലടക്കം CPIMനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, അങ്ങനെ ഞങ്ങളുടെ മുന്നിലേക്ക് വന്ന രാഷ്ട്രീയ കക്ഷി ₹1 പോലും അങ്ങനെ ഇലക്ട്രൽ ബോണ്ടുകൾ കൈപ്പറ്റിയിട്ടില്ലാത്ത രാഷ്ട്രീയ കക്ഷി. BJPയുടെ നേതാക്കൾ എന്താ പറഞ്ഞത്? ഇത് ഭരണഘടനാപരമാണ്, പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ് എന്ന് പറഞ്ഞു. ഇവിടെ എന്താ BJP ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, BJPയെ വിമർശിക്കുന്നവരെല്ലാം രാജ്യദ്രോഹികളാണ്, BJPക്കെതിരായ നിലപാടെടുക്കുന്നവരെല്ലാം രാഷ്ട്രീയ ശത്രുക്കളാണ്. ഓർമ്മയുണ്ടല്ലോ. നിലവിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ സവിശേഷമായ ശ്രദ്ധ കൊടുക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനത്തെ സംരക്ഷിക്കാനും രാജ്യത്ത് ജനാധിപത്യത്തെ സംരക്ഷിക്കാനും ജുഡീഷ്യറിക്കും സവിശേഷമായ ഉത്തരവാദിത്തമുണ്ടെന്നും രാഹുൽ ഗാന്ധി ഇന്നലെ ഓർമ്മിപ്പിക്കുകയാണ്.